ഞാൻ ഇതിനകത്ത് സുജയ 195 സീറ്റുകളെ കുറിച്ചാണ് സംസാരിച്ചത്. അതിനകത്ത് ഇൻക്ലൂസീവ് എന്ന വാക്കുപയോഗിക്കുന്നത് ഒ.ബി.സി പ്രാതിനിധ്യം, എസ്.സി.എസ്.ടി പ്രാതിനിധ്യം എന്നിവയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അതുപോലെ സ്ത്രീ വനിതാ പ്രാതിനിധ്യം, പ്രാതിനിധ്യം. അതെ. നിശ്ചയമായും യുവാക്കളുടെ പ്രാതിനിധ്യം, ഇതൊക്കെ സാധാരണഗതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വോട്ട് ഈ പറയുന്ന സ്ഥാനാർത്ഥി പട്ടികകളിൽ ഈ പ്രാതിനിധ്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിപ്പം 60% ഒ.ബി.സി ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനിപ്പം ഒരു കാസ്റ്റ് സെൻസസ് നടത്തുകയാണെങ്കിൽ 70-75% വരെ വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രാതിനിധ്യം ആ വിഭാഗത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നൽകേണ്ടി വരും. മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പറയുന്നത് ഞാനൊരു ഒ.ബി.സി ആണ് എന്നാണല്ലോ. അതേപോലെ തന്നെയാണ് എസ്.സി.എസ്.ടി വോട്ട്. അത് 80ഓളം സംവരണ മണ്ഡലങ്ങളുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മ. അതിൽ തന്നെ ഏറ്റവും മികച്ച വിജയം കഴിഞ്ഞ പ്രാവശ്യം നേടിയത് ബി.ജെ.പി ആണ്. അപ്പോൾ ആ വിഭാഗത്തെയും ഒരു കാലത്ത് ആ സീറ്റുകളെല്ലാം അടക്കി പിടിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ അവിടെ വലിയൊരു മുന്നേറ്റം ഇടതുപക്ഷ ബി.ജെ.പി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വിഭാഗങ്ങൾക്കൊക്കെ പ്രാതിനിധ്യം സ്വാഭാവികമായും കൊടുക്കണം. പിന്നെ നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ 33% സംവരണത്തിലേക്ക് പോകുമ്പം അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ആദ്യം തന്നെ അത് അവർ കാണിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ മധ്യപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ഒക്കെ സ്ത്രീ വോട്ടർമാരുടെ വലിയൊരു പിന്തുണ ബി.ജെ.പിക്ക് കിട്ടിയെന്നുള്ളതൊരു വസ്തുതയാണല്ലോ. കർണാടകയിൽ അത് ലഭിച്ചിട്ടുമില്ല. എങ്കിൽ കൂടിയും അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ വോട്ടർമാരും വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിലൊക്കെ ഇൻക്ലൂസീവ് ആണ് എന്ന് പറയാം. ഇൻക്ലൂസീവ് ആകുക എന്ന് നമ്മൾ പറയുന്നതിന് ഞാൻ അതിനൊരു രാഷ്ട്രീയ അർത്ഥം കൂടി കൊടുക്കാറുണ്ട്. അതിവിടെ ഒരു വാക്കായി വന്നതുകൊണ്ട് വിശദീകരിക്കേണ്ടി വരുന്നതാണ്. ഇൻക്ലൂസീവ് ആകുക എന്ന് പറഞ്ഞാൽ അന്യമതസ്ഥരെ നമ്മളെപ്രകാരം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇപ്പോൾ ബി.ജെ.പിയുടെ ഒരു ഹിന്ദുത്വ അജണ്ടയാണെന്നും അത് ആൻറ്റി മുസ്ലിമാണ് എന്നുമുള്ള വലിയൊരു വ്യാഖ്യാനവും നറേഷനും ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് ആ വിഭാഗത്തോടുള്ള തങ്ങളുടെ സമീപനം എന്താണ് എന്ന് ബി.ജെ.പി വ്യക്തമാക്കേണ്ടതുണ്ട്. മതേതരമായ ഒരു മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എടുക്കുമ്പോൾ മലപ്പുറത്ത് അബ്ദുൽ സലാം ഉണ്ട് കേട്ടോ. ഇനി ഒരുപക്ഷെ വയനാട്ടിൽ സീറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, വേണമെങ്കിൽ അബ്ദുള്ള കുട്ടി അവിടെ മത്സരിക്കാൻ വരാം. പക്ഷേ വിജയസാധ്യതയുള്ള എത്ര മണ്ഡലങ്ങളിലേക്ക് ഇത്തരം ആളുകളെ ബി.ജെ.പി അണിനിരത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ അർത്ഥത്തിലാണ് ഞാൻ ഈ ഇൻക്ലൂസീവ് ആയിരിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ ഒ.ബി.സി, എസ്.സി.എസ്.ടി, വനിത, യുവജന പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇൻക്ലൂസീവ്നെസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രഖ്യാപിക്കേണ്ടത്. ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരും, കേരളത്തിലേക്ക് വരുമ്പോൾ ഈ 12 സീറ്റുകളാണല്ലോ. 12 സീറ്റുകളിൽ ഏറിയും കുറഞ്ഞുമൊക്കെ നമ്മൾ ഞെട്ടിക്കുന്നൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പേരുകളാണ് ഈ പറയുന്ന ലിസ്റ്റിലെല്ലാം വന്നിരിക്കുന്നത്. അതിനകത്ത് എന്താ പറയുക, ചില മണ്ഡലങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പത്തനംതിട്ടയിലും എറണാകുളത്തും അനിൽ ആൻ്റണിയെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അത് പത്തനംതിട്ടയിൽ ചിലപ്പം പി.സി. ജോർജ് മത്സരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനിൽ ആൻ്റണിയുടെ പേര് അവിടെ വന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശോഭാ സുരേന്ദ്രൻ ഓഫ് കോഴ്സ് വടക്കൻ മേഖലയിലാണ്, വടക്കൻ ജില്ലകളിലാണ് അവരുടെ പേര് പറഞ്ഞു കേട്ടിരുന്നത്. അവർ ആലപ്പുഴയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സുജയ് ഇവിടെ പറഞ്ഞതുപോലെ ത്രികോണ മത്സരം നടക്കും. പക്ഷേ സുജയ് അതിനൊരു അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരുന്നു, ശക്തമായ ത്രികോണ മത്സരം. ശക്തമായ ത്രികോണ മത്സരം നടക്കും എന്ന് വിചാരിക്കാൻ എനിക്കൊരു താല്പര്യമില്ല. അതിനകത്ത് എൻ്റെ ഒരു രാഷ്ട്രീയമല്ല, എൻ്റെ ഡാറ്റയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ത്രികോണ മത്സരം നടക്കും. നാച്ചുറലി ഒരു മൂന്നാമത്തെ കക്ഷി തന്നെയാണ് കേരളത്തിൽ NDA, കേരളത്തിൽ ബി.ജെ.പി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന 12 സീറ്റുകളിൽ ആകെപ്പാടെ 3 സീറ്റുകളിൽ ഒരു സിംഗിൾ ഡിജിറ്റാണ് അവിടുത്തെയൊക്കെ ഈ പറയുന്ന വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ണൂർ 6.56%, വടകരയിൽ 7.58%, മലപ്പുറത്ത് 6.27%. ആ അർത്ഥത്തിൽ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട 12 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങളിൽ സിംഗിൾ ഡിജിറ്റാണ്. അതുകൊണ്ടൊരു ശക്തമായ ത്രികോണ മത്സരം ഈ 3 മണ്ഡലങ്ങളിൽ ഉണ്ടാകില്ല. ഇനിയിപ്പോൾ ഒരു 4 മണ്ഡലങ്ങളിൽ 20-ൽ താഴെയാണ് പെർസെൻറ്റേജ്. അപ്പോഴും അതിന് ഒരു നല്ല പെർസെൻറ്റേജ് ആണ് കേട്ടോ. ഇപ്പോൾ ആലപ്പുഴയിൽ 17% വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, കാസർഗോഡ് 16% ഉണ്ടായിരുന്നു, കോഴിക്കോട് 15% ഉണ്ടായിരുന്നു, പൊന്നാനിയിൽ 10.87% ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 4 മണ്ഡലങ്ങളിൽ ഏതാണ്ടൊരു 17%-ഓളം വോട്ടുകളുണ്ട്. എന്നാൽ ബാക്കി ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട 5 മണ്ഡലങ്ങൾ തൃശ്ശൂർ, തിരുവനന്തപുരം, പാലക്കാട്, പത്തനംതിട്ട, ആറ്റിങ്ങൽ ഡെഫിനറ്റ്ലി ബി.ജെ.പിക്ക് വലിയ വോട്ട് പെർസെൻറ്റേജ് ഉള്ള 5 മണ്ഡലങ്ങളാണ്. അവർ തന്നെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന മണ്ഡലങ്ങളാണ്. അവിടെ തിരുവനന്തപുരത്ത് 2ാം കക്ഷിയായിരുന്നു അല്ലേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും രാജഗോപാൽ മത്സരിക്കുമ്പോഴും കുമ്മനം രാജശേഖരൻ മത്സരിക്കുമ്പോഴും 30% മേളിൽ വോട്ട് പിടിച്ചുകൊണ്ട് 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം. ബാക്കി മണ്ഡലങ്ങളിൽ 3ാം സ്ഥാനത്താണെങ്കിലും ഇപ്പോൾ പത്തനംതിട്ടയാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത്. 29% പത്തനംതിട്ടയിൽ വോട്ട്. അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 28% നേടിയ തൃശ്ശൂരാണ്. പിന്നെ കൃഷ്ണകുമാർ ഓഫ് കോഴ്സ് 22%-നടുത്ത് വോട്ട് പാലക്കാട് നേടിയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ 24%-ആയിട്ട് അത് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് 5 മണ്ഡലങ്ങളിലാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രകാരം കടുത്ത മത്സരം നടക്കാനുള്ള സാധ്യത. ഇവിടെ ഒന്നും തന്നെ
ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞാൻ വിജയ സാധ്യതയും കാണുന്നത്. കാരണം ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാൻഡിഡേറ്റ് പോലും ഈ 5 മണ്ഡലങ്ങളിലില്ല. ഇപ്പം പിന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പായിരുന്നു. അവസാന നിമിഷമൊക്കെ നമുക്ക് ചില ചെറിയ ചാഞ്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ സുരേഷ് ഗോപിയാണെന്നുള്ളത് എപ്പോഴേ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വമാണ്. പാലക്കാട് കൃഷ്ണകുമാർ എത്രയോ മുമ്പേ പ്രചരണം തുടങ്ങിയിരുന്നു. ആറ്റിങ്ങിൽ വി മുരളീധരൻ അവിടെ തന്നെ കേന്ദ്രീകരിച്ചാണ് വർക്ക് ചെയ്തിരുന്നത്. പത്തനംതിട്ടയാണ് ഓഫ് കോഴ്സ് അനിൽ ആന്റണി വരുന്നു എന്നുള്ള ഒരു വ്യത്യാസം വരുന്നത്. ഇവിടെയൊക്കെ തന്നെയും നല്ല മത്സരം BJP കാഴ്ചവെക്കും. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. കാരണം വെച്ചാൽ ഈ മണ്ഡലങ്ങളുടെ എല്ലാം ഡാറ്റ പരിശോധിക്കുമ്പോൾ എബവ് 10 to 13% വോട്ട് സമാഹരിക്കണം. ഏതാണ്ട് 13% വോട്ട് സമാഹരിച്ചാൽ മാത്രമേ, അതായത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വോട്ടിൻ്റെ മുകളിൽ 13% വോട്ട് സമാഹരിക്കണം. അങ്ങനെ സമാഹരിക്കുമ്പോഴാണ് ഒന്നാം സ്ഥാനത്തെത്തുക. അപ്പോൾ ആ ഒരു 13% വോട്ട് സമാഹരിക്കാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ കേരളത്തിൽ സാധ്യമാണോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പാണ് മോഡി പ്രഭാവത്തിൽ ഏറ്റവും ശക്തമായി നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അതിഗംഭീരമായിട്ടാണ് ഈ 5 മണ്ഡലങ്ങളിലും പിന്നെ NDAയും BJPയും പെർഫോം ചെയ്തിരിക്കുന്നത്. അതൊക്കെ തന്നെ അതിൻ്റെ പീക്കാണ് എന്ന് ഞാൻ കരുതുന്നു. ആ പീക്കിലെത്തിയിട്ടുണ്ട്. അതിനെ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധ്യമാണോ എന്നുള്ളത് എനിക്ക് ആശങ്കയുണ്ട്. 2024 അക്കാര്യത്തിൽ ഒരു അത്ഭുതവും കാണിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.